അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരം പരപരാ വെളുത്തിട്ടുണ്ട്. ഏകദേശം 8 മണിയായിട്ടുണ്ടാവും. മംഗലത്ത് തറവാട്ടിൽ നമ്മുടെ ഐഷുമ്മ മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. 8 മണിയോടെയാണ് മൂപ്പത്തി എന്നും ചാടി എണീക്കാറുള്ളത്. എണീറ്റ ഉടനെ മേശപ്പുറത്ത് നല്ലൊരു കപ്പ് പാൽച്ചായയും അതുപോലെ തന്നെ അതിലേക്ക് എന്തെങ്കിലും ചെറിയ ഒരു ബേക്കറിയോ സ്നാക്സോ എന്തെങ്കിലും അവിടെ നമ്മുടെ സുമി കൊടുന്ന് അടച്ചു വെക്കാറുണ്ട്. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ 8 മണി വരെ കിടന്നുറങ്ങൽ ഐഷുമ്മയുടെ ഒരു പണിയാണ്. അതും കഴിച്ച് കുറച്ചു നേരം പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് വരുമ്പോഴേക്കും ചായയും അതുപോലെ തന്നെ കടിയും അതിലേക്ക് എന്തെങ്കിലും നല്ലൊരു കറിയും ഒക്കെ നമ്മുടെ സുമി മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് സാധാരണ പതിവ്. ഐഷുമ്മ എണീറ്റ് ബാത്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വന്ന് മേശപ്പുറത്ത് നോക്കുമ്പോൾ ചായയുമില്ല, സ്നാക്സും ഒന്നുമില്ല. ഐഷുമ്മക്ക് ആകെ ദേഷ്യം വന്നു. സുമി, എടി സുമി, എടി എവിടെ പോയി കിടക്കുകയാടി അസത്തെ? എനിക്കുള്ള ചായയും അതുപോലെ തന്നെ കടിയൊക്കെ എവിടെയാടി? നീ ഇവിടെ അതൊന്നും കൊടുന്നു വെച്ചിട്ടില്ലേ? എടി ഒരുമ്പെട്ടവളെ, ഇങ്ങോട്ട് വാടി എന്നെല്ലാം അലറി വിളിക്കുന്നുണ്ട്. കുറേ ഒച്ചയിട്ടെങ്കിലും യാതൊരു മറുപടിയുമില്ല. ഇത് കൂടി ആയപ്പോൾ ഐഷുമ്മക്ക് കലി കയറി. വീണ്ടും അവരുടെ അട്ടഹാസം ആ മംഗലത്ത് തറവാട് ആകെ മുഴങ്ങിക്കേട്ടു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ആരിഫയും അതുപോലെ തന്നെ ജമീലയും അവരുടെ റൂമിൽ നിന്ന് ഉമ്മയുടെ മുറിയിലേക്ക് ഓടി വന്നത്. ഉമ്മ, എന്താണ്, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ ഇങ്ങനെ കിടന്നു ഒച്ച വെക്കാൻ? അപ്പോൾ ഐഷുമ്മ പറഞ്ഞു, എവിടെ സുമി? ആ ഒരുമ്പെട്ടവൾ എവിടെ പോയി കിടക്കുകയാ? അവളെ വിളിക്ക്. അവൾ എനിക്കുള്ള ഈ ചായയും കടിയും ഒന്നും ഇവിടെ കൊടുന്നു വെച്ചിട്ടില്ല. അവളെ വിളിക്ക് എന്നെല്ലാം പറഞ്ഞ് ഐഷുമ്മ കലി തുള്ളുകയാണ്. ഉമ്മ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെല്ലാം മറന്നു പോയോ? അവളെ ഇന്നലെ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ? അവൾ പോയില്ലേ? ഇപ്പോൾ ഇവിടെ അവൾ ഇല്ലല്ലോ എന്ന് നമ്മുടെ ആരിഫ പറഞ്ഞു. അപ്പോഴാണ് ഐഷുമ്മക്ക് സ്ഥലകാല ബോധമുണ്ടായത്, നമ്മുടെ സുമി ഇവിടെ ഇല്ല എന്നുള്ളത്. അവർക്കാണെങ്കിൽ വിശന്ന് കുടൽ കരിയുന്നുണ്ടേനു. അപ്പോൾ ഇനി ഈ വീട്ടിൽ ഒന്നുമില്ലേ? ഇനി എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം. എനിക്കാണെങ്കിൽ വിശന്ന് കുടൽ കരിയുന്നുണ്ട്. എടി ആരിഫ, നീ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവാ. അപ്പോൾ ആരിഫ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തായാലും ഉമ്മ കഴിക്കില്ല. ഉമ്മ വേണമെങ്കിൽ പോയി ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ അവളുടെ റൂമിലേക്ക് പോയി. ജമീലയുടെ മുഖത്തേക്ക് നമ്മുടെ ഐഷുമ്മ ഒരു ദയനീയ നോട്ടം നോക്കി. അപ്പോൾ ജമീല പറഞ്ഞു, എന്നെ നോക്കിയിട്ട് കാര്യമില്ല, ഞാനും ഉണ്ടാക്കില്ല. നിങ്ങൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾ കഴിക്കും, അത്ര തന്നെ. അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർ പട്ടിണിയായിരിക്കും എന്ന് പറഞ്ഞ് അവളും അവളുടെ റൂമിലേക്ക് പോയി. വളർത്തിയത് അങ്ങനെയാണ്, യാതൊരു പണിയും എടുപ്പിക്കാതെ. അതുകൊണ്ട് തന്നെ പട്ടിണി കിടന്നാലും മരിച്ചാലും അടുക്കളയിൽ കയറി മേലനങ്ങി ജോലി ചെയ്യുന്ന പരിപാടിയൊന്നും ആരിഫാക്കും ജമീലാക്കും ഇല്ല. കാരണം ചെറുപ്പം മുതലേ അവർക്ക് വീട്ടിൽ എല്ലാം ചെയ്യാൻ ജോലിക്കാരികൾ. അന്നെല്ലാം നമ്മുടെ അബൂബക്കറിക്ക ഗൾഫിലായിരുന്നു. ഇഷ്ടം പോലെ പണം വീട്ടിലേക്ക് അയക്കുക. വീട്ടിലെ ജോലിക്കാരിയും ഐഷുമ്മാക്കും മക്കൾക്കും യാതൊരു ജോലിയും ചെയ്യണ്ട, എല്ലാം അവർ ചെയ്യും. അവർക്ക് തിന്ന് കുടിച്ചിങ്ങനെ സുഖിച്ച് നടന്നാൽ മതി. അതിൻ്റെ ശേഷം നമ്മുടെ സുമി കല്യാണം കഴിഞ്ഞെത്തിയപ്പോൾ വേലക്കാരികളെയെല്ലാം അവർ പറഞ്ഞു വിട്ടു. മുറ്റമടിക്കാനും അടുക്കള ജോലി ചെയ്യാനും അലക്കാനും തുടക്കാനും എല്ലാം ഇനി ക്യാഷ് കൊടുക്കാതെ ജോലി ചെയ്യാൻ പറ്റിയ ഒരു വേലക്കാരി വന്ന പ്രതീതിയായിരുന്നു അവർക്ക്. പിന്നെ എന്തിനാണ് തങ്ങളുടെ ക്യാഷ് കളയുന്നത് എന്നാലോചിച്ചു കൊണ്ട് അവർ മുനീർ അയക്കുന്ന പൈസയെല്ലാം ഐഷുമ്മ എടുത്തു വെച്ചു. അതുപോലെ തന്നെ വേലക്കാരികളെ പറഞ്ഞു വിട്ട് ആ ജോലിയെല്ലാം നമ്മുടെ സുമയെ കൊണ്ടെടുപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിച്ച വീട്ടിലായാലും ആരിഫയും ജമീലയും മേലനങ്ങി ജോലി ചെയ്യില്ല. അവിടെ അവരുടെ അമ്മായിമ്മ അതുപോലെ തന്നെ ഇളയിച്ചി മൂത്തച്ചിമാരൊക്കെ ജോലി ചെയ്യും. ഇവരെ ചെറുപ്പം മുതലേ ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അവർ യാതൊരു പണിയും ചെയ്യാതെ അങ്ങനെ നടക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ തന്നെ അവർ ഒരു ജോലിയും ചെയ്യാതെ വേണമെങ്കിൽ ഇന്നാൾ ചെയ്യട്ടെ എന്ന മട്ടിലായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഐഷുമ്മക്ക് സുമി പോയതിൻ്റെ കുറവ് ഏകദേശം ഒന്ന് മനസ്സിലായി. എന്തായാലും വയറ് വിശന്ന് കുടൽ കരിയുന്നു, എന്തെങ്കിലും ഞാനുണ്ടാക്കിയാലേ പോയി ഇന്ന് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുക എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഐഷുമ്മ ഒരുപാട് കാലത്തിൻ്റെ ശേഷം അന്ന് ആദ്യമായി അടുക്കളയിൽ കയറി. ഉപ്പെവിടെ, മുളകെവിടെ,
അരി എവിടെ, എല്ലാം അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു. എല്ലാം ആദ്യം അതൊന്ന് കണ്ടുപിടിക്കണം. അവർ അവിടെ എല്ലാം തപ്പിത്തെരഞ്ഞു. എല്ലാം അടുക്കും ചിട്ടയോട് കൂടി വെച്ചിട്ടുണ്ട് കബോർഡുകളിൽ. എന്നാലും അതെല്ലാം തപ്പിയെടുത്ത് ഒരുവിധം അവർ കുറച്ച് മാവ് കലക്കി ദോശയും അതുപോലെ തന്നെ അതിലേക്ക് ഒരു മുട്ടക്കറിയും ഉണ്ടാക്കി. അടുക്കളയിൽ നിന്ന് നല്ല അപ്പത്തിൻ്റെയും മുട്ടക്കറിയുടെയും മണം കേട്ട് നമ്മുടെ ആരിഫയും ജമീലയും അതുപോലെ തന്നെ അവരുടെ കുട്ടികളും അടുക്കളയിലെത്തി. അവരെ കണ്ടതും ഐഷുമ്മ കനപ്പിച്ചൊരു നോട്ടം നോക്കിക്കൊണ്ട് അവരുടെ ചായയും അതുപോലെ തന്നെ കടിയുമെല്ലാം എടുത്ത് ഹാളിലേക്ക് കഴിക്കാൻ പോയി. അവർക്കറിയാം, താനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയാൽ ജമീലയും ആരിഫയും കൂടി പോയാൽ നാളെ മുനീർ എത്തുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ അവൻ്റെ കല്യാണമാണ്. അപ്പോൾ അതെല്ലാം ആകെ അവതാളത്തിലാവും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവർ അപ്പോൾ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ നിന്നില്ല. അതുകൊണ്ട് തന്നെ ഐഷുമ്മ അവർക്ക് കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. കഴിക്കുക എന്താച്ചാ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും ചായ കുടിക്കാനായിട്ട് പോയത് അങ്ങനെയാണ്. അങ്ങനെ ഏകദേശം ഉച്ചയോടെ ആയപ്പോൾ നമ്മുടെ മുനീർ വിളിച്ചു. ഹലോ, അസ്സലാമു അലൈക്കും. ആയിഷുമ്മയാണ് ഫോൺ എടുത്തത്. ഹലോ, അസ്സലാമു അലൈക്കും ഉമ്മ. നാളെ ഞാൻ ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴേക്ക് എയർപോർട്ടിലെത്തും. 12 മണിയോട് അടുപ്പിച്ച് കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് വരുന്നത്. അപ്പോഴേക്കും ഉമ്മയും അതുപോലെ തന്നെ ജമീലയും ആരിഫയും മക്കളും എല്ലാം അവിടെ എത്തണമെന്ന് അവൻ പറഞ്ഞു. തലേ ദിവസം രാത്രി വിളിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ആയിഷുമ്മ അവനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ ചോദിക്കാനോ മുനീർ നിന്നില്ല. ഈ സമയം നമ്മുടെ സുമിയും അതുപോലെ തന്നെ നൂറയും നുഷൈബായും അതുപോലെ തന്നെ ഷാജഹാനിക്ക, ലൈലാത്ത ഇവരെല്ലാം കടയിൽ ഭയങ്കര തിരക്കിലായിരുന്നു. സുബഹി നമസ്കാര ശേഷം ഓത്തുമെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 6 മണിയോടെ അവരെല്ലാം കടയിലേക്ക് പോരും. തലേ ദിവസം കൂട്ടിവെച്ച മാവും അതുപോലെ തന്നെ പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവും എല്ലാം എടുത്ത്, അതുപോലെ 10 മണിയുടെ സമയത്ത് പൊറോട്ടയ്ക്ക് നല്ല ബീഫ്, ചൂടുള്ള ബീഫും, അങ്ങനെ രാവിലെ നല്ല ദോശയും സാമ്പാറും അതുപോലെ നൂൽപുട്ട്, അപ്പം, അങ്ങനെയുള്ള സംഭവങ്ങളും ചട്നി എല്ലാം ഉണ്ടാവും. ഏകദേശം ഒരു 6 മണിയോടെ അവൻ്റെ ഓട്ടോ പാർക്കിലേക്ക് പോകും ഓട്ടത്തിനായി. അന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് കടയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സുമി പറഞ്ഞു, ഞാനും ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ, അല്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കില്ല. അപ്പോൾ ലൈലാത്തയും പറഞ്ഞു, നീയും പോന്നോ, നിനക്ക് അവിടെ നീ ഒരു ജോലിയും ചെയ്യണ്ട, നീ അവിടെ വന്ന് വെറുതെ നിന്നാൽ മതി, ഞങ്ങൾക്ക് ഒരു കൂട്ടാവുമല്ലോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സുമി പറഞ്ഞു, അത് നിങ്ങൾ കരുതണ്ട, നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നോ അതുപോലെ ഞാനും ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ അവരുടെ കൂടെ പോന്നതാണ് നമ്മുടെ സുമി. ഇന്ന് സാമ്പാർ ഞാൻ വെക്കാം. നമ്മുടെ നുഷൈബയും അതുപോലെ തന്നെ നൂറായും എനിക്കതിലേക്ക് ഉള്ള കഷ്ണങ്ങൾ നുറുക്കി തരിക, അതുപോലെ തേങ്ങ ചിരവി തരിക, അതെല്ലാം ചെയ്താൽ മതി. കുക്കിംഗ് ഞാൻ ചെയ്തോളാം. അവൾ അളവിനാവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തു. നമ്മുടെ നൂറായും നുഷൈബായും അതെല്ലാം കട്ട് ചെയ്ത് തേങ്ങെല്ലാം ചിരവി റെഡിയാക്കി കൊടുത്തു. അതുകൊണ്ട് സാമ്പാർ നമ്മുടെ സുമിയാണ് വെച്ചത്. അതുപോലെ തന്നെ അവൾ പറഞ്ഞു, പൊറോട്ടയിലേക്കുള്ള ബീഫും ഞാൻ ഉണ്ടാക്കാം. മസാലയെല്ലാം ചേർത്ത് ബീഫ് അടുപ്പത്ത് വെച്ചു. അതുപോലെ തന്നെ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവൾ വഴറ്റി അടിപൊളി ഒരു മസാല ഇട്ട് അവസാനം നല്ല തേങ്ങ കൊത്തും വറുത്തെടുത്ത് നെയ്യിൽ മൂപ്പിച്ചെടുത്ത് അതും ഇട്ട് നല്ല അടിപൊളി ബീഫ് ഫ്രൈയും തയ്യാറാക്കി. അപ്പോഴേക്കും നമ്മുടെ ഷാജഹാനിക്ക നല്ല ചൂടുള്ള പൊറോട്ട എല്ലാം ചുട്ടെടുത്ത് എല്ലാം റെഡിയാക്കി. അങ്ങനെ രാവിലെ അന്ന് പതിവിലും നേരത്തെ ഭക്ഷണമെല്ലാം റെഡിയായി. അന്ന് പതിവിൽ കൂടുതൽ കസ്റ്റമേഴ്സ് തിരക്കുമുണ്ടായിരുന്നു നമ്മുടെ ഷാജഹാനിക്കാൻ്റെ കടയിൽ. വന്നവരെല്ലാം സാധാരണയിലും കൂടുതൽ കഴിക്കുകയും അതുപോലെ തന്നെ പാർസൽ കൊണ്ടുപോവുകയും എല്ലാം ചെയ്തു. പെട്ടെന്ന് തന്നെ കടയിലെ സാധനങ്ങളെല്ലാം തീർന്നു. അതോടുകൂടി ഷാജഹാനിക്കാക്ക് മനസ്സിലായി തൻ്റെ നല്ല കാലം ആരംഭിക്കാൻ പോവുകയാണ്. കാരണം അത്രയും നല്ല അഭിപ്രായമായിരുന്നു ഭക്ഷണം കഴിച്ചവർക്കെല്ലാം.
അവരെല്ലാം ആശ്ചര്യത്തോടെ ചോദിച്ചു, ഇന്നെന്താ ഷാജഹാനെ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. പുതിയ ഒരു ആളെ കാണാനുണ്ട്, അയാളുടെ കൈപുണ്യമായിരിക്കും അല്ലേ, ഇതാരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെൻ്റെ സുഹൃത്തിൻ്റെ മോളാണ്, ഇനി മുതൽ അവളും ഇവിടെ ഉണ്ടാവും എന്നെല്ലാം ഷാജഹാനിക്ക അവരോട് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് നമ്മുടെ സുമിമോൾക്കുള്ളതാണ്, ഷാജഹാനിക്കയും ലൈലാത്തയും സുമിയോടായി പറഞ്ഞു. അതുപോലെ തന്നെ നൂറായും നുഷൈബായും കൂടി വന്ന് അവളോട് പറഞ്ഞു, ഇത്താത്ത വന്ന ദിവസം തന്നെ നല്ല കച്ചവടം പൊടി പൊടിച്ചുവല്ലോ, എല്ലാം നേരത്തെ തന്നെ തീർന്നു. അപ്പോൾ നമ്മുടെ സുമി അവരോടായി പറഞ്ഞു, അതിന് ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മളെല്ലാവരും കൂടിയല്ലേ ചെയ്തത്, അതുകൊണ്ട് ക്രെഡിറ്റൊന്നും എനിക്ക് വേണ്ട. പിന്നെ പഠിച്ചവൻ്റെ അനുഗ്രഹവും, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ആയത്. അവളുടെ ആ സംസാരത്തിൽ ഷാജഹാനിക്കാക്കും ലൈലാത്തക്കും ഒരുപാട് സന്തോഷമായി. കാരണം അവളുടെ കൈപുണ്യത്തിൻ്റെയും അവളുടെ ആ ഒരു കൂട്ടിൻ്റെയും ആണ് അന്നത്തെ കച്ചവടം എന്ന് അവർക്കറിയാം. എന്നാലും അതവളൊറ്റക്കായി അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാതെ എല്ലാവരെയും കൂടി ചേർത്ത് പറഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഈ സമയം നമ്മുടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ മുനീർ ഫ്ലൈറ്റ് ഇറങ്ങിയിരുന്നു. അവനെ കൊണ്ടുവരാനായി ഒരു ഇന്നോവ കാറിൽ നമ്മുടെ ഐഷുമ്മയും മക്കളും അവരുടെ പേരക്കുട്ടികളും എല്ലാം കൂടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും ഉമ്മ. വഅലൈക്കും അസ്സലാം എന്ന് ഐഷുമ്മ സലാം അടക്കി. അതുപോലെ തന്നെ ആരിഫാനോടും ജമീലാനോടും എല്ലാം അവൻ സലാം പറഞ്ഞു. അവരും തിരിച്ച് സലാം അടക്കി. അതുപോലെ തന്നെ കുട്ടികളെയെല്ലാം അവൻ കൈകൊണ്ട് കൊഞ്ചിക്കുകയും തലോടുകയും ചെയ്തു. അവരെല്ലാം കൂടെ വണ്ടിയിൽ കയറി. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഒരു അടിപൊളി ഫുഡും കഴിക്കണം എന്നെല്ലാം ആരിഫയും ജമീലയും അവനോട് പറഞ്ഞു. അതിനെന്താ, നമുക്ക് കഴിക്കാലോ അല്ലേ മക്കളെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി ഹോട്ടൽ കാണുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടവർ ഹോട്ടലിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്നോവ ഓടിക്കൊണ്ടിരുന്നു.